നാട്ടിൻപുറത്തെ കുളമായത് കൊണ്ട് തന്നെ ഒരു ഐതിഹ്യ കഥ ഉണ്ട്. ഐതിഹ്യ കഥയല്ല, ഒരു പ്രേതകഥ തന്നെ എന്ന് പറയാം. ഇവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട്, അവരുടെ പ്രേതം ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഹായ് ഗൈസ്, മഴക്കാലം തുടങ്ങി. ഇന്ന് ജൂൺ 4. ഇന്നൊരു അടിപൊളി മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ കുളം ഒന്ന് പോയിട്ട് വിസിറ്റ് ചെയ്യാം, വെള്ളക്കായ നോക്കാം. ഇതാണ്ട് ഒരൊറ്റ മൈന. ഇന്ന് നല്ല ഭാഗ്യമുള്ള ദിവസമാണ് തോന്നുന്നത്. ഈ കാക്ക ഇവിടെ എന്ത് ചെയ്യണോ, വലിയ ഇടിമിന്നൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഈ മരത്തിൻ്റെ കുറ്റിമകനെ പോയി. എന്തായാലും കുളത്തിൽ വലിയ രീതിക്ക് വെള്ളമൊന്നും ആയിട്ടുണ്ടാവില്ല. ഇപ്പം മഴ 2 ദിവസമായിട്ട് പെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. എന്നാലും കുളം പോയി ഒന്ന് വിസിറ്റ് ചെയ്യാം. ഗൈസ്, നമ്മൾ കുളത്തിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. പാടത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് കുളമുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പാടം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് കുളം. ഒന്നധികം ആൾക്കാർ ഇവിടേക്ക് വരാറില്ല. ഈ വഴിയാണ് കുളത്തിലേക്ക് പോകാനുള്ള വഴി. ഭയങ്കര ഇടുങ്ങിയ വഴിയാണ്. അവിടെ ദൂരെയായിട്ട് ഒരു ശിവക്ഷേത്രം ഉണ്ട്. അവിടെ നിന്നാണ് നിങ്ങൾ ഈ പാട്ട് കേൾക്കുന്നത്. നമ്മളങ്ങനെ കുളത്തിൻ്റെ സൈഡ് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കുളം. വെള്ളമൊന്നും ആയിട്ടില്ല ഇപ്പോൾ. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നല്ലൊരു വ്യൂ ഉള്ള സ്ഥലത്തോട് ചേർന്നിട്ട് തന്നെയാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. ഇതിപ്പോ ഇപ്പൊ ആരും ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. വേനൽക്കാലമായിരുന്നല്ലോ. ഇനിയിപ്പോ മഴക്കാലം തുടങ്ങിയ സ്ഥിതിക്ക് ഇപ്പൊ വെള്ളമൊക്കെ ആയി കഴിഞ്ഞൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും കുളിക്കാനും തിരുമ്പാനും എല്ലാവരും ആൾക്കാർ ഫുൾ സജീവമാവും ഈ കുളം. അപ്പോൾ നാട്ടിൻപുറത്തെ കുളമായത് കൊണ്ട് തന്നെ ഒരു ഐതിഹ്യ കഥ ഉണ്ട്. ഐതിഹ്യ കഥയല്ല, ഒരു പ്രേതകഥ തന്നെ എന്ന് പറയാം. ഇവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട്, അവരുടെ പ്രേതം ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കഥയൊക്കെ സിമ്പിളാണ്. ഇവിടെ ഈ പാടത്ത് പണ്ട് കാലത്ത് ഒരു ചേച്ചി പണിക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാം. ഇത് ഈ പടവിന്ന് കൈയും കാലൊക്കെ കഴുകുന്നു. കൃഷിപ്പണിയായിരുന്നല്ലോ, അപ്പൊ ചളിയൊക്കെ ഈ പാടത്ത് വന്ന് കൈയും കാലും കഴുകുന്ന സമയത്ത് ആ ചേച്ചി ബോധം കെട്ടിട്ട് ഇതിലേക്ക് വീഴുകയായിരുന്നു. അങ്ങനെ ആ ചേച്ചി മരിച്ചു. അതിനുശേഷം ചെറുപ്പത്തില് എന്താ പറയുക, ഇതില് കുളിക്കാനും ഒറ്റയ്ക്കൊക്കെ വരികയാണെങ്കിൽ വീട്ടുകാരെല്ലാരും പേടിപ്പിക്കും. ആ ചേച്ചിയുടെ പ്രേതം ഉണ്ടാവും, അവിടെ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല, കുളിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങള് അതൊന്നും വില വയ്ക്കാറൊന്നുമില്ല. ഞങ്ങൾ വന്ന് കുളിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ആരും വന്ന് ഞങ്ങളെ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നിപ്പോ ഈ കുളം ഒന്ന് പോയി നോക്കാൻ നിന്നു. മഴക്കാലം ഒന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇവിടെ വന്നൊന്ന് നോക്കാം. ഇനിയിപ്പോ ഇതിന്റെ ഈ ചണ്ടിയും ചമ്മലും എല്ലാം എടുത്ത് കളഞ്ഞ് നല്ല ക്ലീൻ വെള്ളമാവുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടി വരാം. അന്ന് ഞാൻ പറയാം, അന്ന് നിങ്ങൾ ആദ്യം കണ്ട വീഡിയോത്തെ ആ കുളമായിരുന്നു ഇതെന്ന്. അപ്പൊ നിങ്ങൾ വിശ്വസിക്കില്ല, അത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇതൊന്നും. അപ്പൊ ഓക്കെ, ബൈ.